أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനികളെ, തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 17ാമത്തെ ക്ലാസ് ഉംദത്തും വി തഹ്ഖീഖിൽ മദ്ഹബ് തഹ്ഖീഖാക്കുന്ന വിഷയത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമാണ് മുഹറർ. അതായത് ഐ ബയാന റാജിഹി വ ഇളാഹിൽ മുസ്തബഹി മിൻഹു. മദ്ഹബിൽ റാജിഹായത് ഏത്, മദ്ഹബിൽ തിരിച്ചറിയാത്തത് ഏത്, വെളിവാക്കി തരുകയും വ്യക്തമാക്കി തരുകയും ചെയ്യുന്ന കാര്യത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് മുഹറർ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ മുഹററിൽ അതെല്ലാം വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അസ്ലുഹു മദ്ഹബ് എന്നതിന്റെ അസ്ല് മക്കാനു ദഹാബീന, പോകലിന്റെ സ്ഥലം എന്ന. പിന്നെ സുമ്മസ്തുഇറ, അങ്ങനത്തെ അസ്ലിൽ നിന്നിട്ട് ആ മദ്ഹബിനെ വായ്പ വാങ്ങപ്പെട്ടു. ലിമ യദ്ഹബു ഇലൈഹി മിനൽ അഹ്കാമി, ലിമ ഒന്നിനു വേണ്ടി, യുദ്ഹബു ഇലൈഹി ആ ഒന്നിലേക്ക് പോകപ്പെടും. ഏതൊന്നിലേക്കാണോ പോകപ്പെടുന്നെങ്കിൽ അതിനു വേണ്ടിയിട്ട് വായ്പ വാങ്ങപ്പെട്ടു മദ്ഹബിന്. ആ ഒന്നെന്തിനാലാണ്? മിനൽ അഹ്കാമി, ഹുക്കുമുകളാൽ. അപ്പൊ ഗവേഷണം ചെയ്തിട്ട് കിട്ടിയതായ വിധികൾ എന്താണോ അതിലേക്കുള്ള ഇമാ പോവുക. ആ കിട്ടിയതായിരിക്കുന്ന വിധികൾ, ആ വിധികൾക്കാണ് മദ്ഹബ്. ആ മദ്ഹബ് ഇതിനു വേണ്ടി ആ മദ്ഹബ് എന്ന് പറയുന്നതിന് വായ്പ വാങ്ങപ്പെട്ടു. തശ്ബീഹൻ ലിൽ മഅഖൂലി ബിൽ മഹ്സൂസി, മക്കാനു ദഹാബ് എന്ന് പറയുമ്പോൾ മഅഖൂലല്ല മഹ്സൂസാണ്, അഹ്കാം മഅഖൂലുമാണ്. അപ്പൊ ഈ മഅഖൂലായിരിക്കുന്ന അഹ്കാം അതിനെന്താക്കി തശ്ബീഹാക്കി, എന്തിനോട്? മക്കാനു ദഹാബ് എന്ന് പറയുന്ന മഹ്സൂസ്. അപ്പൊ മഹ്സൂസിനോട് മഅഖൂലിനെ തശ്ബീഹാക്കിക്കൊണ്ടാണ് ഈ മദ്ഹബിനെ ഇവിടെ വായ്പ വാങ്ങിയിട്ടുള്ളത്. സുമ്മ ഉല്ലിബ അല റാജിഹി, പിന്നെ ഈ മദ്ഹിയം എന്നതിനെന്താക്കി? റാജിഹി എന്നതിന്റെ മേൽ തഗ്ലീബാക്കിയിട്ട് കൊണ്ടുവന്നു. അങ്ങനെ മദ്ഹബ് തന്നെ റാജി നർത്തം. മിൻഹു, അതിൽ പെട്ടതാണ് ഖൗലുഹും, ഫുഖാഹുടെ ഖൗല്, അൽ മദ്ഹബു ഫിൽ മസ്അലത്തി കദാ എന്ന് പറഞ്ഞാൽ അതിൽ റാജിഹായത് ഇത് എന്ന്, അത്തരമൊരു ഖൗലിൽ പെട്ടതാകുന്നു. പിന്നെ മുഅ്തമദുൻ, ഇത് ഇഅ്തിമാദ് ചെയ്യപ്പെടാൻ പറ്റുന്നതുമാണ്. ആർക്കേൽ മുഫ്തി, ഫത്വ കൊടുക്കുന്ന ആൾക്ക്. മുഅ്തമദിന് തറക്കി, കയറുക. മുഅ്തമദിന് കയറി പോവുക, തറക്കിന് കയറി പോവുക എന്നുണ്ട്. കാരണം ലിഅന്നഹു, നിശ്ചയമായിട്ടും അത് അബ്ലഗു, ഈ മുഅ്തമദി എന്നുള്ളത് അബ്ലഗു, അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. മിൻ ഉംദത്തിൻ, ഉംദ എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും അബ്ലഗു അതാണ്. ഫഹുവ, അപ്പോൾ ഈ മുഅ്തമദി എന്നുള്ളത് മുഗ്നിൻ അൻഹു, ആ ഉംദ എന്ന് പറയുന്നതൊട്ട് ആവശ്യം തീർക്കുന്നതാണ്. പിന്നെ എന്തിനാ ഇവിടെ ഉംദ പറഞ്ഞത്? മുഅ്തമദി പറഞ്ഞാൽ പോരേനാ. അതിനൊരു മറുപടി ആയിട്ട് വരുന്നതാണ് ലൗലാ ഖറദുൽ ഇത്നാബി ഫിൽ മദ്ഹി. ഇവിടെ മുഹററിനെ മദ്ഹ് ചെയ്യാണ്. ആ മുഹററിനെ മദ്ഹ് ചെയ്യുന്ന കാര്യത്തിൽ കലാമിനെ നീട്ടിക്കൊണ്ടുവരണം. അങ്ങനെ നീട്ടിക്കൊണ്ടുവരുന്ന ഒരു ആവശ്യമില്ലായിരുന്നുവെങ്കിൽ മുഅ്തമദ് പറഞ്ഞ് നിർത്താമായിരുന്നു. പിന്നെ ഇവിടെ ഇത്നാബ് വേണമല്ലോ, അപ്പൊ അതിന് ഉംദ. അപ്പൊ അത് ബയാനിൽപ്പെട്ട, അതായത് അറബി കലാമിനെ സാഹിത്യ അലങ്കാരത്തിൽ പെട്ടതാണ് ഇത്നാബ്, അതിനു വേണ്ടി കൊണ്ടുവന്നതാ. അപ്പൊ മുഹററിനെ മദ്ഹ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ബഹുമാനപ്പെട്ടവര് മിൻഹാജിനെ മദ്ഹ് ചെയ്യാതെ തിരിയും. കാരണം മുഹററിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് മിൻഹാജ്. ആർക്കാവാണ് ഇപ്പൊ ഇത് ഉംദ മുഅ്തമദത്ത് എന്ന് പറഞ്ഞത്? ലിൽ മുഫ്തി, മുഫ്തി ഫത്വ കൊടുക്കുന്ന ആളെന്നാ. മുഫ്തിന്റെ അർത്ഥം അതിൽ മുജീബി, ഉത്തരം കൊടുക്കുന്ന ആള്. ഫിൽ ഹവാദിസി, പുതുതായ സംഭവ വികാസങ്ങളില്. വിമ, ഒന്നുകൊണ്ട്. യസ്തംബിത്തുഹു, അയാൾ ഗവേഷണം ചെയ്തെടുക്കും. അങ്ങനത്തെ ഒന്നുകൊണ്ട് പുതിയ സംഭവം ഉണ്ടായാൽ അതിന് വിധി പറയുന്ന ആള്. അല്ലെങ്കിൽ ലോ യുറജിഹുഹു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? അയാള് അത് റാജിഹാക്കിയെടുക്കും. അങ്ങനെ ഒന്നിരിക്കൽ ഗവേഷണം ചെയ്തിട്ട് വിധി പറയും. അല്ലെങ്കിൽ ആ മസ്അല കണ്ടിട്ട് അതിന് ഏതാണ് റാജിയെങ്കിൽ അതെടുത്തിട്ട് അയാളെന്ന് പറയും. ഇങ്ങനെയാണ് മുഫ്തി എന്ന് പറഞ്ഞാൽ.
വലിഹുദൂസി ജവാബിഹി വഖുവ്വതിഹി ശിബ്ഹും ബിൽ ഫതാ. വലിഹുദൂസി ജവാബിഹി വഖുവ്വതിഹി, ജവാബ് അതുപോലെ ശക്തി ഇങ്ങനെ പുതുതായി വരിക എന്നതിനുണ്ട്. ഷിബുഹുൻ ഒരു തുല്യതയുണ്ട്. എന്തിനോട്? ബിൽ ഫതാ ഫിസ്സിന്നി, വയസ്സിൽ എന്താണ് ഒരു യുവത്വത്തിനോട് സാദൃശ്യതമുണ്ട്. പുതിയതായിരിക്കുന്ന ചോദ്യങ്ങൾ ഒരുവൻ ഉത്തരം കൊടുക്കുക, അങ്ങനെ അതിനുള്ള ശക്തി ഉണ്ടാവുക എന്നൊക്കെ വെക്കുമ്പോൾ ഒരു ഫത്തയോട് എന്തുണ്ട്? സാദൃശ്യമുണ്ട്. ആ നിലപാടിലൂടെ എത്ര വയസ്സായാലും മുഫ്തി എന്ന് പറയാം. അതാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. പിന്നെ മിം ഫതാ യഫ്തി, ഫത്തിയ യഫ്ത എന്നതിൽ നിന്ന് മൂശ പിടിക്കപ്പെട്ടതാണ് ഏത്? ഈ പറയുന്ന സംഗതി അലിമയലമു. ഫത്തിയ യഫ്ത എന്നതിൽ അതിനെടുത്തതാണ് മുഫ്തി എന്നതിനെ. പിന്നീട് സുമ്മസ്തുഗിറ ലഹു, പിന്നീട് അതിനെ എന്താക്കിയെന്നറിയാമോ? ഈ ഫത്തിയ യഫ്ത എന്ന് എടുത്തിട്ട് മുഫ്തിക്ക് വേണ്ടി അതിന് വായ്പ വാങ്ങപ്പെട്ടു. ലഫുലില് അപ്പൊ ഉസ്തുഗിറൽ മുഫ്തി എന്നതിനെന്താക്കിയെന്നറിയാമോ? വായ്പ വാങ്ങപ്പെട്ടു. ലഫുൽ നൽകൽ ഫത്തുവ എന്നതിനെ ബിൽ ഫത്ഹി, ഫത്ത് കൊണ്ട് ഫത്തുവ എന്ന് വായിക്കാം. പിന്നെ അവിൽ ഫുത്തിയ ബിൽ ഫുത്തിയ എന്നും പറയാ, ഫത്തുവ എന്നും പറയാ. ലഫുൽ നൽക് അതിനെ എങ്ങോട്ട് എന്താക്കി? പിന്നെ മുഫ്തിക്ക് വേണ്ടി വായ്പ വാങ്ങപ്പെട്ടതാണ്. ഇങ്ങനെയാണ് മുഫ്തിയെ കുറിച്ചുള്ളത്. വൈരിഹി, മുഫ്തി അല്ലാത്തവർക്കും മുഅ്തമദാണ്. ഏത്? ഈ പറയുന്നതായിരിക്കുന്ന കിതാബ്. തറക്കി എന്ന് പറഞ്ഞാൽ മതിയിൽ ഒന്നുകൂടി കേറി പറയാൻ കേട്ടോ. ആ ഫത്ത് കൊടുക്കാൻ പറ്റുന്ന ആൾക്കും ഇഹ്തിമാ ചെയ്യാൻ പറ്റുന്ന ഗ്രന്ഥമാണ് എന്നർത്ഥം. വൈർ എന്ന് പറഞ്ഞാൽ മുസ്തഫീദുൽ നഫ്സി ഔലി ഇഫാദത്തി വൈരിഹിന, ഈ മുഹറർ എന്ന് പറയുന്ന കിതാബ് സ്വന്തം മനസ്സിലാക്കിയെടുക്കുവാനും പറ്റുന്നതാണ്, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും പറ്റുന്നതാണ് എന്നർത്ഥം. ആരിൽ നിന്ന്? മിൻ ഉലി റഗബാത്തി, മിൻ ഉലി റഗബാത്ത് എന്ന് പറഞ്ഞാൽ ആശ ഉടയ ആളുകളാൽ. ഇത്തരം ആളുകളാണ് മുഫ്തി അല്ലാത്തവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. മിന്ന് ബയാനാണ്. ഉലി എന്നത് അസ്ഹാബ് എന്നർത്ഥം വെക്കുക. ബി പത്തുൽ ഗൈനി റഗബാത്ത് എന്ന ജമ്മു റഗബത്ത് ബി സുക്കൂനിഹ, വഹദാനാകുമ്പോ റഗബത്ത്, അതിന്റെ ജമ്മ റഗബാത്ത്, ആഗ്രഹങ്ങൾ ഉടയവരാൽ. വഹിയ, ഈ റഗ്ബത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇൻഹിമാക്കു അലൽ ഖൈരി, ഖൈറിന്റെ മേലിൽ മുഖം കുത്തി വീഴുക എന്നാണ്. എന്തിനു വേണ്ടി? ത്വലബുൽ ഹിയാദത്തി മആലിഹി, ആ ഖൈറിന്റെ ഏതെല്ലാം മേഖലകളുണ്ടോ അതൊക്കെ ഇങ്ങോട്ട് ഒരുമിച്ച് കൂട്ടിയെടുക്കുവാൻ വേണ്ടി തേടുന്ന കാര്യം. ആ ഒരുമിച്ച് കൂട്ടൽ തേടാൻ വേണ്ടിയിട്ട് ഖൈറിന്റെ മേൽ മുഖം കുത്തി വീഴുന്ന റഗ്ബത്ത്, വെറും ഖൈറുൽ ആഗ്രഹം. അതിനർത്ഥം റഗ്ബത്ത്. ആ റഗ്ബത്തിന്റെ ജമ റഗബാത്ത്. അപ്പൊ ആ വിഷയം അവിടെ കഴിഞ്ഞു. തംബീഹുൻ, ഇതിനെ ഉണർത്തലാണ്. മാ അഫ്ഹമുഹു കലാമുഹു, മുസന്നിഫിന്റെ കലാമ് മനസ്സിലാക്കി തരുന്ന ഒന്ന്. മുസന്നിഫ് ഇത്രയും സംസാരിച്ചല്ലോ. അങ്ങനെ സംസാരിക്കുമ്പോൾ ആ മുസന്നിഫിന്റെ സംസാരത്തിന്റെ കലാം എന്താ മനസ്സിലാക്കി തരുന്നത്? ആ ഒന്നെന്തിനാലാണ്? മിൻ ജവാദിൻ നഖ്ലി മിനൽ കുതുബിൽ മുഅ്തമദത്തി, മുഅ്തമദായി അംഗീകരിക്കപ്പെടുന്ന ഏതെല്ലാം ഗ്രന്ഥമുണ്ടോ അത്തരം ഗ്രന്ഥങ്ങളിൽ നിന്ന് അതിലുള്ള ഇബാറത്തുകൾ നഖൽ ചെയ്യുക, അത് ജായിസാവുക എന്നുള്ളതാണ്. ഓ നിസ്ബത്തി മാഫിഹ, അങ്ങനെ ആ കിതാബുകളിലുള്ളതായ ആ ഒന്നിനെ ലി മുഅല്ലിഫിഹ, ആ കിതാബ് രചിച്ച മുസന്നിഫ് ആരാണോ അതിലേക്ക് ചേർത്തിയിട്ട് ഇന്നാൾ ഇന്ന കിതാബിൽ പറഞ്ഞു എന്ന് ചേർത്തി പറയലും ആ കിതാബുകളിൽ നിന്ന് ഉദ്ധരിക്കലും ജായിസാണ് എന്നുള്ളതാണ് മുസന്നിഫിന്റെ കലാം മനസ്സിലാക്കി തരുന്നത്. അത്തരം കാര്യം മുജ്മഅൻ അലൈഹിയാണ്, അങ്ങനെ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കി തരുന്നത്. വഇല്ലം യത്തസിൽ സനദുൻ നാഖിലി ബി മുഅല്ലിഫിഹ, നഖൽ ചെയ്യുന്ന ആളുടെ സനദ് ഇത് ഉണ്ടാക്കിയതായ ആ രചയിതാവുമായിട്ട് ചേർന്ന് വന്നിട്ടില്ല എങ്കിൽ പോലും ഇത്തരം കാര്യം ചെയ്ത് മുഅ്തമദാണ് എന്ന. ഇങ്ങനെയൊക്കെയാണ് എങ്കിലും അൻ നഖ്ലു മിൻ നുസ്ഖത്തി കിതാബിൻ, ഒരു കിതാബിന്റെ കോപ്പി ഇത് നഖൽ ചെയ്യുക എന്നുള്ളത് ലാ യജൂസു, ആ കോപ്പി കണ്ടപാടെ എടുത്ത് നഖൽ ചെയ്യാൻ പറ്റുകയില്ല. ഇല്ലാ ഇം വസിഖ ബി സിഹ്ഹത്തിഹ, ആ കോപ്പി ശരിയാണെന്ന് ഈ നഖൽ ചെയ്യുന്ന ആൾക്ക് ഉറപ്പ് വേണം.
അല്ലെങ്കിൽ ലൗ തഅദ്ദുദൻ അല്ലെങ്കിൽ പലതായി പല രീതിയിൽ എണ്ണമുടയതായ രീതിയിൽ ഈ കോപ്പി വന്നിട്ടുണ്ട്, ഒന്നിലധികം കോപ്പികളായിട്ട് ഇത് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ പറ്റൂല. വന്നിട്ട് എത്രത്തോളം യഗ്ലിബു അലല്ലി സിഹത്തുഹ, അവന്റെ വിചാരത്തിൽ ഇത് എവിടെ എത്തണം എന്നറിയാമോ, ആ കോപ്പിയുടെ ശരിയാണ് എന്ന് മികച്ച് വരണം. ആ രീതിയിൽ കോപ്പി എണ്ണമുടയതായി വന്നിട്ടുണ്ടെങ്കിൽ അതിലുള്ള എടുത്തുകൊണ്ട് ഉദ്ധരിക്കാം, അല്ലെങ്കിൽ പറ്റുകയില്ല. അല്ലെങ്കിൽ ലൗ റഅ ലഫ്ളഹ, ആ കോപ്പിയിലുള്ള പദത്തെ ഈ നാക്കിൽ കാണണം, മുൻതലിമൻ കോർവ ചെയ്തതായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം. ഒഹുവ എത്തരത്തിൽ നാക്കിൽ ഖബീറും നല്ല ഉള്ളറിവുള്ള ആളാണ്, ഫത്തറും നല്ല ബുദ്ധിമാനുമാണ്. എങ്ങനത്തെ ബുദ്ധിമാൻ യുദിരിക്കു സഖത്ത, അതിന്ന് വീണുപോയത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. തഹരീഫ് അവിടെ മാറ്റി മറിച്ചത് എന്താണെന്ന് അറിയാൻ കഴിയും. അപ്പൊ കിതാബിൽ തിരിമറി നടത്തുക, അവിടെ ഇല്ലാതെയാക്കിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ മാത്രമേ ഇത്തരം പറയപ്പെട്ട കോപ്പിയിൽ നിന്ന് ഉദ്ധരിക്കാൻ പറ്റുകയുള്ളൂ. ഫൈൻ ദഫാദാലിക്ക, ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ അയാൾ എന്ത് പറയണം, കാലാവജത്തു കഥാവു നഅവഹു, ഇത്തരം സംഗതികൾ ഞാൻ ഈ മസാല ഇന്നാലിന്റെ കിതാബിൽ ഇന്നതുപോലെ കണ്ടിട്ടുണ്ട് എന്നിങ്ങനെ പറയണം. ഇതാ ചെയ്യേണ്ടത്. അല്ലാതെ കണ്ടപാടെ എടുത്തുകൊണ്ട് അതൊക്കെ പാടെടുത്ത് ഉദ്ധരിക്കാൻ നിന്നാൽ അപകടം ചെയ്യും എന്നാണ് ആ പറഞ്ഞത്. അപ്പൊ അങ്ങനെ മുസന്നിഫിന്റെ കലാം മനസ്സിലാക്കി തരുന്ന മുജമുൻ അറിയാതെ കിട്ടിയല്ലോ. ഒമിൻ ജവാദ് ഇത്തിമാദിൽ മുഫ്തി, ഇനി ഫത്വ കൊടുക്കുന്നാക്ക് എന്താണ് ജായിസ എന്ന് പറഞ്ഞല്ലോ. ആ ഫത്വ കൊടുക്കുന്നാക്ക് എന്താണ് ഇത്തിമാദ് ചെയ്യൽ ജായിസാണ് എന്നതിൽപ്പെട്ട് തന്നെയാണ് മാ യറാഹു, അയാൾ കാണുന്ന വന്ന് എവിടെ ബി കിതാബിൻ മുഅ്തമദായിരിക്കുന്ന പല കിതാബുകളും ഉണ്ടാകുമല്ലോ. അങ്ങനത്തെ കിതാബുകൾ, ആ മുഅ്തമദായിരിക്കുന്ന കിതാബുകളിൽ ഇയാൾ എന്താണോ കണ്ടതെങ്കിൽ ആ കണ്ട കാര്യം മുഫ്തിക്ക് ഇത്തിമാദ് ചെയ്യാൻ പറ്റുന്നതിൽപ്പെട്ടതാണെന്ന് മുസന്നിഫിന്റെ കലാം മനസ്സിലാക്കി തരുന്നുണ്ട്. ഫീഹി തഫ്സീറുൻ, അതിൽ നമുക്കൊരു വിശദീകരണമുണ്ട്. എന്താ വിശദീകരണം? ലാ ബുദ്ദ മിന്നു, ആ വിശദീകരണത്തെ തൊട്ട് കൂടാതെ കഴിയുകയില്ല. വദല്ല അലൈഹി, ആ വിശദീകരണത്തിന്റെ മേൽ അറിയിച്ചിട്ടുണ്ട്. കലാമുൽ മജ്മൂഇ വഗൈരിഹി, മജ്മൂഇന്റെയും മജ്മൂ അല്ലാത്ത കിതാബിന്റെയും കലാമും സംസാരം അറിയിച്ചിട്ടുണ്ട്. വഹുവ, എന്താണ് ആ വിശദീകരണം? അന്നൽ കുതുബൽ മുതഖദ്ദിമത അല ശൈഖൈനി, ഇമാം റാഫി, ഇമാം നവവി റളിയല്ലാഹു തആല ഇവരാണല്ലോ ഫിഖിൽ ശൈഖന്മാർ. ഇവർക്ക് മുമ്പ് കഴിഞ്ഞു പോയതായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഉണ്ടാകും. ലാ യുഅ്തമദു ശൈഉം മിൻഹാ, ആ ഗ്രന്ഥങ്ങളിൽ നിന്നും ഒന്നും തന്നെ ഇത്തിമാദ് ചെയ്യപ്പെട്ടിട്ടില്ല, മുഅ്തമദാക്കപ്പെടുകയില്ല. ഇല്ലാ ബഅദ സൈദിൽ ഫഅസി വതഹറി, നല്ലോണം സൂക്ഷിക്കുക, പരിശോധിക്കുക എന്നത് കൂടുതലാക്കിയതിനു ശേഷമല്ലാതെ. എത്രത്തോളം പരിശോധിച്ചിട്ട് കിട്ടണം? യഗ്ലിബാലി അന്നകുൽ മദ്ഹബു, ഈ കിതാബുകളിലുള്ളതൊക്കെ പറഞ്ഞത് അത് മദ്ഹബാണ് എന്ന് ധാരണമേൽ മികച്ചു വരണം. അത്രത്തോളം പരിശോധനയും അതുപോലെ തന്നെ എല്ലാം സൂക്ഷ്മതയൊക്കെ നടത്താം, നല്ലോണം നടത്താം. ഇങ്ങനെ നടത്തിക്കഴിഞ്ഞ ശേഷമല്ലാതെ ഷെയ്ഖേനിക്ക് മുമ്പ് കഴിഞ്ഞു പോയതായ കിതാബുകൾ ഒരിക്കലും എന്താവുകയില്ല, ഈത്തിമാ ചെയ്യപ്പെടുകയില്ല. വലാ യഗ്തറ, അവൻ ചതിപ്പെടണ്ട ഫത്വ കൊടുക്കുന്ന ആള് ബിതതാബിഅദ്ദിദത്തിൻ അലാ ഹുക്മി വാഹിദിൻ, ഒരൊറ്റ വിധിയുണ്ട്, ആ ഒരൊറ്റ വിധിയുടെ മേലിൽ എണ്ണമുടേതായിരിക്കുന്ന കിതാബുകളെ പരിശോധിച്ചുകൊണ്ട് ചതിപ്പെടേണ്ടതില്ല. കാരണം വഹിന്നാദിൽ കെസുറത്ത, നിശ്ചയമായിട്ടും ഈ കെസുറത്ത്, ഈ പെരുപ്പം അത് തന്തഹി ഇലാ വാഹിദിൻ, ഒരാളിലേക്ക് തന്നെ ചെന്നെത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അത്രയും പരിധി കൊണ്ട് ഇടങ്ങാറാവണ്ട എന്ന് പറയുന്നു. അലാത്തറ, അനക്ക് കണ്ടൂടെ അന്ന അസ്ഹാബൽ ഖഫാൽ, ഖഫാൽ ഇമാമിന്റെ ശിഷ്യന്മാർ നിശ്ചയം. അതല്ല എങ്കിൽ ഷെയ്ഖ് അബി ഹാമിദ് എന്ന് പറയുന്ന മഹാന ശിഷ്യന്മാർ മഅ്സുറത്തിയും അവർ പാടുണ്ടായിരിക്കുക, അതോടൊപ്പം തന്നെ ലായുഫർറിഊന വയുഅസ്സിറൂന, അവർ അടിസ്ഥാനമാക്കുകയോ തവരിയാക്കി പറയുകയോ ചെയ്യുന്നില്ല. ഇല്ലാലാ ത്വരീഖത്തിഹി, ഖഫാൽ ഇമാമിന്റെ ശിഷ്യന്മാരാണെങ്കിൽ ഖഫാൽ ഇമാം എന്താണോ മൂപ്പര് ശരിയാക്കിയ വഴിയെങ്കിൽ അതിമൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടും തവരിയാക്കിയിട്ട് അവർ സംസാരിക്കുകയുള്ളൂ വാലിബൻ. അതുപോലെ തന്നെ അബു ഹാമിദ് എന്താ വരും. വൈൻ ഖാലഫത്ത് സായിറുൽ അസ്ഹാബ്, മറ്റ് അസ്ഹാബുമാരോട് ഈ പറയുന്ന തരീഖത്ത് എതിരാണെങ്കിൽ പോലും ഈ രണ്ട് ശൈഖന്മാരെന്താ പറഞ്ഞ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു ശിഷ്യന്മാരുടെ സംസാരം. അതൊക്കെ കണ്ടുകൂടേതാണ്. അപ്പൊ അയ്യന, വ്യക്തമായി സിബർ കുത്തുബിഹിം, അവരുടെ അതായത് ഈ ശൈഖന്മാർക്ക് മുമ്പ് കഴിഞ്ഞു പോയതായിരിക്കുന്ന കിതാബുകൾ, ഈ ശൈഖന്മാർക്ക് മുമ്പ് കഴിഞ്ഞു പോയതായിരിക്കുന്ന ആ കിതാബുകളൊക്കെ
അതുപോലെ തന്നെ അധികരിച്ചതിലുള്ളത് കൊണ്ടുള്ള ഫത്വ, ഇത്തരം കാര്യങ്ങളൊക്കെ ഹാദാ കുല്ലൂഫി ഹുക്മിൻ, ഇതൊക്കെ പറഞ്ഞത് ഒരു വിധിയിലാണ്. എങ്ങനത്തെ വിധി? ലം യതഅറദ് ലഹു ശൈഖാനി, ഇമാം നബവിയോ ഇമാം റാഫിയോ അതിലേക്ക് വെളിപ്പെട്ടിട്ടില്ല. ഔ അഹദുഹുമാ, അല്ലെങ്കിൽ രണ്ടിൽ ഒരാൾ ആ വിധി പറഞ്ഞിട്ടില്ല. അങ്ങനെ രണ്ടാളോ രണ്ടിൽ ഒരാളോ വെളിപ്പെടാത്തതായിരിക്കുന്ന ഒരു വിധിയിലാണ് ഇത്തരം കാര്യം ചർച്ച നടക്കുന്നത് തന്നെ. ഇല്ല, അങ്ങനെയല്ല, അവ രണ്ടുപേരും വെളിപ്പെടുകയോ രണ്ടിൽ ഒരാളോ ആ വെളിപ്പെടുകയും ചെയ്യുകയാണ് എങ്കിൽ എന്താണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ട പണി? ഇവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ കിതാബ് എടുക്കണോ? വേണ്ട. അപ്പോൾ ഒന്നാകുന്നത് അതിന്റെ മേൽ യോജിച്ചിരിക്കുന്നു മുഹഖിഖുൽ മുതഅഖിരീന, മുതഅഖിരീങ്ങളായിരിക്കുന്ന പണ്ഡിതന്മാർ, തഹഖീഖുடைய പണ്ഡിതന്മാർ യോജിച്ചു വന്നിരിക്കുന്നു. വലം തസൽ മശായിഖുനാ യുസ്മുനാ ബിഹി, അത്തരം കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മശായിഖന്മാരെ വസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരുമായിരുന്നു. വയൻഖുലൂനഹു അൻ മശായിഖിം, ഈ പറഞ്ഞ കാര്യത്തെ അവരുടെ മശായിഖന്മാരെ തൊട്ട് അവരിങ്ങനെ ഉദ്ധരിച്ചിരിക്കുകയും ചെയ്യുമായിരുന്നു. വഹും അമ്മൻ ഖബലഹും, ഈ മശായിഖന്മാർ അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയതായിരിക്കുന്ന ആൾക്കാരെ തൊട്ടും ഉദ്ധരിച്ചു തരുമായിരുന്നു. വഹാക്കത്, അങ്ങനെ പരമ്പര മുറിയാതെ അവർ വസിയത്ത് ചെയ്തിട്ടും നഖൽ ചെയ്തിട്ടും പോരുമായിരുന്നു. ആ രീതിയിൽ മുതഅഖിരീങ്ങളായിരിക്കുന്ന തഹഖീഖുடைய പണ്ഡിതന്മാര് എന്താണ് ഇത്ബാഖായ കാര്യം എന്താ? അന്നൽ മുഅ്തമദ, നിശ്ചയമായിട്ടും പിന്നെ ഇത്തിമാദ് ചെയ്യപ്പെടേണ്ടത്, അംഗീകരിക്കേണ്ടത്, മത്തബഖ അലൈഹി, അവർ ഏതാണോ, അതായത് ഇമാം നബവിയും ഇമാം റാഫിയും യോജിച്ചു പറഞ്ഞ വിധി ഏതാണോ അതാണ് എടുക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മുടെ രീതി. അത് തന്നെ എടുക്കണം. മുത്തിഫാഖ് എന്ന് പറഞ്ഞത് മാലം മുതഅഖിബു കലാമിഹിമാ അലാ അന്നഹു സഹ്വൻ, ഇമാം നബവിയും ഇമാം റാഫിയും പറഞ്ഞതായിരിക്കുന്ന കലാമിനെ ആക്ഷേപിക്കുന്നതായ ആളുകൾ പറയുന്നു, ആ പറഞ്ഞത് മറന്നും കൊണ്ട് പറഞ്ഞു അവിടെ കലാമ് എന്നതിനെ ആക്ഷേപിക്കുന്ന ആളുകൾ ഒരുമിച്ചുകൂടാത്ത കാലത്തോളം, ഇജ്മാ ആക്കാത്ത കാലത്തോളം, അപ്പോഴേ ഇവർ രണ്ടാളും ഇത്തിഫാഖാതെ അംഗീകരിക്കുള്ളൂ. അവിടെ കലാം പരിശോധിച്ചുകൊണ്ട് അവരെല്ലാവരും ഇജ്മായിട്ട് പറയുന്നു, ഇമാം നബവിയും ഇമാം റാഫിയും പറഞ്ഞതായിരിക്കുന്ന മസ്അല മറന്നു പറഞ്ഞതാണെന്ന് ഇജ്മാ ഉണ്ടെങ്കിൽ അപ്പെടുക്കൂല, അല്ലെങ്കിൽ എടുക്കും. അന്ന ബിഹി, അങ്ങനെ എങ്ങനെ വരാനാ? അങ്ങനെ ഒരു ഇജ്മാ, അവർ രണ്ടുപേരും ഇത്തിഫാഖായ കാര്യം സഹുവിന്റെ മേലിൽ ഇജ്മാആകുക എന്നുള്ളത് എത്രയോ അകലെയാണ്. അത് വളരെ അകലെയാണ്. അലാത്തറ, എനിക്ക് കണ്ടോടെ അന്നകും നിശ്ചയമായിട്ടും മുഅ്തബീങ്ങൾ കാതു അവരടക്കയായി ഇജ്മഉനാലൈഹി അലൈഹി, ഇമാം നബവിയുടെയും ഇമാം ഷാഫിയുടെയും ഇമാം നബവിയുടെയും ഇമാം റാഫിയുടെയും കലാമ് സഹുവിന്റെ മേലിലാണെന്ന് ഇജ്മാ ആവാൻ അവർ എടുക്കുകയായിരുന്നു. ഏത് വിഷയത്തിൽ? ഈ ഈജാബിഹിമ, ഇമാം നബവിയും ഇമാം റാഫിയും റളിയല്ലാഹു അൻഹുമാ നിർബന്ധമാക്കിയ കാര്യത്തിൽ. എന്തിനെ? നഫഖത്ത്, ചെലവിനെ. എന്ത് കാരണം കൊണ്ട്? ബിഫറദിൽ ഖാലി, ഹാലിയാരെ ഫറലാക്കല് കൊണ്ട് കുടുംബത്തിന് ചെലവെടുക്കുക നിർബന്ധമാക്കുക എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അവർ. ആ ഒരു കാര്യത്തിൽ സഹുവുണ്ടെന്ന് പറയാൻ മാത്രം അവർ അടുക്കുകയായിരുന്നു, ഇജ്മാവാൻ അടുക്കുകയായിരുന്നു. നിനക്ക് കണ്ടൂടെ? ഇങ്ങനെ ഇജ്മാവാത്ത കാലത്തോളം പറ്റുകയുള്ളൂ. ഇത്തിഫാഖില്ലെങ്കില്ല. ഇജ്മാ ആവുകയാണെങ്കിൽ അത് ഒഴിവാക്കും. അപ്പൊ അദാനിക്ക, ഇങ്ങനെ അവർ ആയതോടൊപ്പം തന്നെ, ഇതൊക്കെ അവർ പറഞ്ഞെങ്കിലും അതോടൊപ്പം തന്നെ ബാറബത്തു ഫിർ റദ്ദി അലൈഹിം, ഇമാം നബവിയുടെയും ഇമാം റാഫി റളിയല്ലാഹു അൻഹുവിന്റെയും കലാമിനെ നിരൂപിച്ച് ആക്ഷേപിച്ച ആളുകളുണ്ട്. അവരുടെ മേൽ റദ്ദ് ചെയ്യുന്ന കാര്യത്തിൽ നല്ലവണ്ണം ഞാൻ കടന്ന് റദ്ദ് ചെയ്തിട്ടുണ്ട്. ആരെപ്പോലെ? കബാദിൽ മുഹഖിഖീന, തഹഖീഖുடைய ചില പണ്ഡിതന്മാർ റദ്ദ് ചെയ്തു പറഞ്ഞ് ഞാൻ റദ്ദ് ചെയ്തിട്ടുണ്ട്. എവിടെ? ഫി ശറഹിൽ ഇർഷാദ്, ശറഹുൽ ഇർഷാദ് എന്ന് പറഞ്ഞ കിതാബ് മറിച്ച് നോക്കിയാൽ കാണാം അവിടെ. അപ്പോ ഈ പറഞ്ഞിരുന്നപ്പോ ഇമാം നബവിയും ഇമാം റാഫിയും ഒത്തു പറഞ്ഞതായ മസല ഉണ്ടെങ്കിൽ അതാണ് ഇത്തിമാദ്. ഒരു മസല രണ്ടാളും വിഭിന്നമായാലോ എന്നാ പിന്നെന്താണ്? ഫൽ മുസന്നിഫു, അപ്പോൾ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് എടുക്കുക. ഇമാം റാഫിക്ക് തങ്ങൾക്ക് എത്തിക്കപ്പെട്ടാൽ തർജീഹുൻ, ഒരു മസ്അല തർജിയാക്കിയതായിട്ട് കിട്ടി, ദൂനഹു, ഇമാം നബി റളിയല്ലാഹു തആല റാജിയാക്കിയിട്ടില്ല എങ്കിലോ, അങ്ങനെ വരികയാണ് എങ്കിൽ ഫഹുവ, അപ്പോൾ റാഫി ഇമാം റാജിയാക്കിയതെടുക്കും. വഖദ് ബയ്യൻതു സബബ ഇസാരിഹിമാ, ഇമാം നബവി ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹുമാ ഇവർ രണ്ടുപേരെയും തെരഞ്ഞെടുക്കുവാനുള്ള കാരണത്തെ
ഞാൻ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അധിക ആളുകളോടും ഇവർ രണ്ടാളും എതിരാണെങ്കിൽ പോലും ഇവരെ തെരഞ്ഞെടുക്കണം എന്നതിന്റെ കാരണം ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എവിടെ? ഫീ ഖുതുബത്തി ശറഹുൽ ലുബാബ്, ശറഹുൽ ലുബാബിന്റെ മുഖവരയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൊണ്ട് ലാ യുസ്തഗ്നാ മുറാജഅതിഹി, ശറഹുൽ ലുബാബിനെ മറിച്ചു നോക്കി പല ആവർത്തിയായി അതിന് നോക്കല്ല തൊട്ടാവശ്യം തീരാൻ കഴിയൂല. അത്രത്തോളം വിശദമായി ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നോക്കുക, ഇവിടെ ഞാൻ പറയുന്നില്ല. അവിടെ നോക്കിയാൽ കിട്ടും. അപ്പൊ ശറഹുൽ ലുബാബ് നോക്കിക്കോളൂ, ഉണ്ടെങ്കിൽ നമുക്കും വിട്ടുതരുക. വമിൻ അന്ന ഹാദൽ കിതാബ്, അപ്പോൾ ഈ മിൻഹാജ് എന്ന് പറയുന്ന കിതാബും എന്താണ്? മുസന്നിഫിന്റെ കലാം എന്ന് മനസ്സിലാക്കി തരുന്നത്. മുഖദ്ദമുൻ, ഈ മിൻഹാജ് എന്ന് പറയുന്ന കിതാബിനെ മുന്തിക്കപ്പെടേണ്ടതാണ്. അലാ ബഖിയത്ത് കുതുബിഹി, ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ മറ്റു കിതാബുകളെക്കാൾ. എന്നാൽ ഇത്ലാഖിഹി, ഇത് ഇത്ലാഖൻ നിലക്കല്ല. ഇത്ലാഖൻ നിലക്കല്ല മുന്തിക്കണം എന്ന് പറയുന്ന അയ്ലൻ വീണ്ടും മുമ്പ് പറഞ്ഞ വിശദീകരണം പോലെ ഇവിടെയും വിശദീകരണമുണ്ട്. ബൽ പിന്നെയോ അൽ ഗാലിബു, സാധാരണയിൽ അധികവും തഖ്ദീമുമാഹുവ മുതതബ്ബഉൻ ഫീഹി, ഏതൊന്നിലാണോ പരിശോധിക്കപ്പെടുക എങ്കിൽ അങ്ങനെ പരിശോധിക്കപ്പെടുന്നതായിരിക്കുന്ന ഗ്രന്ഥം ഏതാണെങ്കിൽ അതാണ് മുന്തിക്കേണ്ടത്. ഏതുപോലെയൊക്കെ തഹഖീഖ് എന്ന് പറയുന്നതായിരിക്കുന്ന കിതാബിൽ തതബ്ബുഅ് നടത്താൻ പറ്റുന്ന കിതാബുകളാണ്. അപ്പൊ ആ കിതാബിനെയാണ് മുന്തിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് മുന്തിക്കേണ്ടത് ഫൽ മജ്മൂഅ്, പിന്നെ മജ്മൂഅ് എന്ന് പറയുന്ന കിതാബാണ്. അത് കഴിഞ്ഞാൽ തൻഖീഹു, പിന്നെ തൻഖീഹ് എന്ന് പറയുന്ന കിതാബാണ്. പിന്നെ ഏതാ? സുമ്മ മാ ഹുവ മുഖ്തസറുൻ ഫീഹി, പിന്നെ ഇഖ്തിസാർ ചുരുക്കി പറഞ്ഞാൽ കിതാബ് ഉണ്ടാകും. ആ കിതാബിനെയാണ് പിന്നെ മുന്തിക്കേണ്ടത്. മുഖ്തസറുൻ ഫീഹി, ആ കിതാബ് ഏതാക്ക റൗലത്തി, റൗല പോലെ. റൗല കഴിഞ്ഞാൽ പിന്നെ ഏതാണ് മുന്തിക്കേണ്ടത്? മിൻഹാജു, പിന്നെയാണ് മിൻഹാജ്. ഇങ്ങനെയാ. ഫത്താവാഹു, പിന്നെ മഹാനവിടെ ഫത്വയുണ്ടാകും, അതെടുക്കും. അതൊക്കെ കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പിന്നെ ഏതാ? ശറഹു മുസ്ലിം, പിന്നെ ശറഹു മുസ്ലിമാണ് എടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ തസ്ഹീഹു തംബീഹ്, പിന്നെ തസ്ഹീഹു തംബീഹ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്, അതെടുക്കും. പിന്നെ വനുഖതുഹു മിൻ നവാഇ തൈലീബിഹി, മഹാനവറുകളുടെ നിർമ്മാണത്തിന്റെ തുടക്കത്തിലുള്ള തംബീഹിന്റെ നുക്ത എന്ന് പറയുന്ന ഒന്നുണ്ട്, അതെടുക്കും. അപ്പോൾ ഈ നുക്ത മുഅഖറത്തുൻ അമ്മാ ദുക്ര, ഈ പറയപ്പെട്ട എല്ലാത്തിനെ തൊട്ടും പിന്തിക്കപ്പെട്ടതാണ്, അതാണ് ലാസ്റ്റെടുക്കുക. വഹാദ, ഈ പറഞ്ഞത് തഖ്രീബുൻ സുമാർ മാത്രം പറഞ്ഞതാണ്, തഹ്ഖീഖാക്കി പറഞ്ഞതല്ല. നേരെ മറിച്ച് പോയില്ല, അങ്ങനെ തഖ്രീബല്ല എന്ന് വെക്കുകയാണ് എങ്കിൽ ഫൽ വാജിബു ഫിൽ ഹഖീഖത്തി ഇൻദ തആറുദി ഹാദിഹിൽ കുതുബി, ഈ പറയപ്പെട്ടതായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ തമ്മിൽ ഒരു മസ്അലയിൽ പരസ്പരം വൈരുദ്ധ്യങ്ങളായി വന്നാൽ യഥാർത്ഥത്തിൽ നിർബന്ധം എന്താണ്? മുറാജാത്തു കലാമി മുഅ്തമദിൽ മുതഅഖിരീന, പിൻതലമുറക്കാരായ പണ്ഡിതന്മാരിൽ നിന്ന് ഇഹ്തിമാ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാകും. അങ്ങനെ മുഅ്തമദീങ്ങളായിരിക്കുന്ന ആൾക്കാരുടെ സംസാരമുണ്ടെങ്കിൽ ആ മുറാജാത്ത് നടത്തും. വഇത്തിബാഉ മാ റജ്ജഹു മിൻഹാ, അങ്ങനെ ഈ കിതാബുകൾ ഏതാണോ റാജിയാക്കിയതെങ്കിൽ അതാണ് അനുസരിക്കുക, അതാണ് പറയാനുള്ളതും. മുമ്പ് പറഞ്ഞൊക്കെ തഖ്രീബൻ നൽകി പറഞ്ഞതാണെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെയാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാറുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് വഖദ് ഇൽതസമ മുസന്നിഫുഹു റഹിമഹുല്ലാഹ്, മഹാനവറുകൾ ഏറ്റെടുത്തു, അഥവാ ഇമാം നബവി റളിയല്ലാഹു എന്തോന്നൂടെ ഏറ്റെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നാളെ സംസാരിക്കാം. ഏറ്റെടുത്ത കാര്യം അള്ളാഹു ഖൈറും ബർക്കത്തും മഹാന്മാരുടെ ഫദ്ല് കൊണ്ടും നമ്മയൊക്കെ അള്ളാഹു കൈസിലാക്കി തരട്ടെ, റാഹത്താക്കി തരട്ടെ, നമ്മുടെ ഖൽബ് ശുദ്ധമാക്കി തരട്ടെ. ഫാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.